നമസ്കാരം. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ 7:30 തന്നെയാണ് ആരംഭിക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് സഞ്ചരിക്കുവാനുള്ള തുറന്ന വാഹനം ഇപ്പോൾ എൻ്റെ പിന്നിൽ ഇപ്പോൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. SPGയും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം തന്നെ മഹാരാജാസ് മെട്രോ സ്റ്റേഷന് സമീപത്ത് നിന്നും ഗസ്റ്റ് ഹൗസ് വരെ റോഡിന്റെ 2 ഭാഗത്തുമായി ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണുവാനായി നേരത്തെ 6 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കുക എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ 7:30 മാത്രമേ അദ്ദേഹത്തിന് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ കഴിയൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കെ സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, അതുപോലെ തന്നെ വി മുരളീധരൻ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്ഥാനാർത്ഥിയായി അനൌദ്യോഗികമായി പ്രഖ്യാപിച്ച അനൂപ് ആന്റണി, അദ്ദേഹം കൂടി ഈ വാഹനത്തിൽ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അല്ലാതെ എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ വാഹനത്തിൽ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ നടക്കുന്ന പരിപാടിയിൽ വി മുരളീധരൻ ഉണ്ടാവും എന്നുള്ള കാര്യം BJP വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. 7 മണിയോടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും INS ഗരുഡയിൽ എത്തും. പിന്നീട് 7:30 മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് മുതൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് വരെ 1.5 കിലോമീറ്റർ റോഡ് ഷോ നടത്തും. തുടർന്ന് എറണാകുളം സർക്കാർ അതിഥി മന്ദിരത്തിലാണ് അദ്ദേഹം തങ്ങുക. പിന്നീട് ജനുവരി 17 രാവിലെ ഗസ്റ്റ് ഹൌസിൽ നിന്നും ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിലേക്ക് അദ്ദേഹം പോകും. നടനും മുൻ MPയുമായിരുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായിട്ടാണ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. പിന്നീട് അവിടെ നിന്നും 10:15 തൃപ്രയാറി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം ഉച്ചയ്ക്ക് 12 കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ എത്തുകയും കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. തുടർന്ന് 1:30 മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് 2:35 പ്രധാനമന്ത്രി INS ഗരുഡയിലേക്ക് പുറപ്പെടുകയും അവിടെ നിന്നും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുകയും പിന്നീട് ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ പിന്നിൽ കാണുന്ന തുറന്ന വാഹനത്തിൽ അത് മുഴുവൻ പുഷ്പം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അതിലായിരിക്കും അദ്ദേഹം ഇവിടെയുള്ള കൊച്ചി നിവാസികളെല്ലാം അഭിവാദ്യം ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 2 വശങ്ങളിലുമായി നിരവധി BJP പ്രവർത്തകരും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഒക്കെ തന്നെ അദ്ദേഹത്തെ കാണുവാനായി എത്തിയിരിക്കുകയാണ്. 6 മണിയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു റോഡ് ഷോ പ്ലാൻ ചെയ്തിരുന്നെങ്കിലും പക്ഷേ ഇപ്പോൾ അത് 7:30 മാത്രമേ തുടങ്ങൂ എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്ന. അദ്ദേഹത്തിന് മുൻപുള്ള ചില പരിപാടികളിൽ താമസം നേരിട്ടതുകൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാവരും ആ വാഹനം പരിശോധിക്കുകയാണ്. ബോംബ് സ്ക്വാഡും അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും അടക്കമുള്ള ആളുകൾ എല്ലാവരും തന്നെ ആ വാഹനം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുമാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ, പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് കൊച്ചി സിറ്റിയിലേക്ക് വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. MG റോഡ് വരെ MG റോഡിൽ ഭാഗികമായി വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ബാക്കി വാഹനങ്ങളെല്ലാം തന്നെ മറ്റു വഴികളിലൂടെ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം ഏകദേശം 8 മണി വരെ ഈ ഒരു വാഹന ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം 1 മണിക്കൂറോളം വൈകിട്ടാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ നടക്കുക. അതുകൊണ്ട് തന്നെ വാഹന ഗതാഗത നിയന്ത്രണം 8 മണി വരെ നീളുവാനുള്ള ഒരു സാധ്യതയാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സിറ്റി മുഴുവൻ കനത്ത പോലീസ് വലയത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഏജൻസികളുടെ ശക്തമായ നിരീക്ഷണത്തിൽ കൂടിയാണ് കൊച്ചി നഗരം. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാവാതിരിക്കുവാനുള്ള എല്ലാ മുൻകരുതലുകളും പോലീസും മറ്റ് ഏജൻസികളും എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രിയെ കാണുവാനായി തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളെയാണ്. എവിടെയും അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടും ഇനി ശ്രീരാമ ക്ഷേത്രത്തിലെ ഉദ്ഘാടനമാണ് വരുന്നത്. അതുകൊണ്ട് ശ്രീരാമ നാമജപമൊക്കെ ജപിക്കുന്ന പ്രവർത്തകരെയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും തന്നെ ഇവിടെ താഴെയൊക്കെ ഇരിക്കുകയാണ്. ഇരുന്ന്
കുറേ നേരമായി ഏകദേശം 3 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ ആളുകൾ എത്തിയിരുന്നു. 3 മണി മുതൽ ഇവിടെ ഈ റോഡിന്റെ ഇരുവശവുമായി ആളുകൾ എല്ലാവരും തന്നെ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. വീണ്ടും പരിപാടി ഒരു 1.5 മണിക്കൂർ കൂടി താമസിക്കുകയാണ് അദ്ദേഹം ഇവിടെ എത്തുവാനായി. അപ്പോൾ 7:30 കൂടി മാത്രമേ റോഡ് ഷോ ആരംഭിക്കൂ എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 മണിയോട് കൂടിയിട്ടാണ് അദ്ദേഹം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്നത്. പിന്നീട് അദ്ദേഹം INS ഗരുഡയിലേക്ക് പോകും. അവിടെ നിന്നുമാണ് 7:30 കൂടി തന്നെ ഇവിടേക്ക് എത്തുന്നത്. മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് മുന്നിൽ DCC ഓഫീസിന് മുമ്പിൽ എത്തുന്നത്. അവിടെ നിന്നും അദ്ദേഹം തുറന്ന വാഹനത്തിൽ അദ്ദേഹം റോഡ് ഷോ നടത്തും. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് വരെയാണ് റോഡ് ഷോ നടത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ ഒരു ജനക്കൂട്ടം തന്നെ കൊച്ചിയിൽ എന്തായാലും കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ആളുകളോടൊക്കെ ചോദിക്കാം. പ്രധാനമന്ത്രി വരികയാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇത്രയും മണിക്കൂർ ഒരു പ്രധാനമന്ത്രി കാത്ത ആൾക്കാരുന്നുണ്ട്. കൈക്കുഞ്ഞുങ്ങളവരായിട്ടാണ് ആ നിൽക്കണ സ്ത്രീയൊക്കെ ഒരു 8 മണിക്കൂറായി അതിനടിയിൽ. എപ്പോൾ മുതൽ നിൽക്കാൻ തുടങ്ങിയത് എല്ലാവരും? ഞങ്ങളൊക്കെ ഒരു 12:30 നിൽക്കാൻ തുടങ്ങിയതാണ്. ആ സ്ത്രീയൊക്കെ ഒരു 10 മണി മുതൽ വരെ അതിനടിയിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഒരു അഭിമാനം കാണാൻ പറ്റും. കേരളത്തിൽ എവിടെ വന്നാലും പോകാറുണ്ട് കാണാൻ. അതെ. എവിടെ വീട്? വീട് പനങ്ങാട് റോളൻ. എന്താ ചേട്ടാ പറയാനുള്ളത്? മോദി തന്നെ വീണ്ടും 2024 മോദി, ഇനിയും മോദി, വീണ്ടും എക്കാലവും മോദി. അതാണ് ഞങ്ങൾ. ഓക്കെ. എന്താ ചേച്ചി പറയാനുള്ളത്? ഒരുപാട് നേരമായി കാത്തിരിക്കുകയാണോ? ഇവിടെ എറണാകുളത്ത് ഇനിയിപ്പോ ഇലക്ഷൻ വരാൻ പോവുകയാണ്. എന്താണ് അപ്പോൾ പറയാനുള്ളത്? സാധ്യത എത്രത്തോളം ഒരു BJPക്ക്? ഉറപ്പല്ലേ? ഉറപ്പാ. ഈ മാധ്യമങ്ങൾ പറയുന്നതാണ്. ഉറപ്പാ. ഇവിടെ വേറൊരു ഉറപ്പ് നമുക്ക് പറയാനില്ല. BJPയുടെ ഉറപ്പേ ഉള്ളൂ. മോദി തന്നെ 2024 കേരളത്തിലും മോദിയുടെ ഗ്യാരണ്ടി. അതെ. എല്ലാവരും വേഗം തൃശ്ശൂരിലെത്തിയപ്പോൾ പറഞ്ഞ പോലെ മോദിയുടെ ഗ്യാരണ്ടി അത് തന്നെയാണ് ഇപ്പോൾ ഒരുപാട്. ശരി, എപ്പോഴാണ് കാണാനായിട്ട് വന്നത്? അദ്ദേഹത്തെ കാണാൻ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയത്? പറഞ്ഞു. എത്തി. എവിടുന്നാ വരുന്നത്? കോട്ടയം. അത്രയ്ക്ക് ഇഷ്ടമാണോ പ്രധാനമന്ത്രിയെ? തൃശ്ശൂരിൽ നിന്നാണോ വരുന്നത്? തൃശ്ശൂരും കാണാൻ പോയി. കോട്ടയത്തു നിന്നങ്ങ് പോയി. കാണാൻ പറ്റിയില്ല. ഇപ്പൊ അടുത്ത് കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുക. അന്ന് ഭയങ്കര തിരക്കായിരുന്നു അല്ലേ? ഓക്കെ. എന്താ ചേച്ചി പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല, വെറുതെ വന്നതാണോ? ചേച്ചി എപ്പോഴാ വന്നത്? 3 മണിയാകുമ്പോ വന്നത്. എവിടാ വീട്? കുറുപ്പന്തറ. അത്രയ്ക്ക് ഇഷ്ടമാണോ പ്രധാനമന്ത്രിയെ? എന്താ ഇഷ്ടപ്പെടാൻ കാരണം? ഇത്ര ഇഷ്ടം എന്തായാലും ഭരണത്തിൽ ഇഷ്ടം തോന്നി എന്തൊക്കെ ആണ് പറയാൻ പറ്റുമോ? കൂടിയിട്ടുണ്ട്. അത് ഒരുപാട് സഹായം കിട്ടുന്നുണ്ട്. അതെ, പ്രധാനമന്ത്രിയുടെ. അതായത് നേരത്തെ നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു അല്ലേ? അറിയുന്നത് ഇപ്പോഴാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഒരുപാട് സഹായങ്ങളൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. പ്രധാനമന്ത്രിയുടെ ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സഹായം, വീടിനുള്ള പല പദ്ധതികൾ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ, അത് ഭാഗമായ ആളുകളൊക്കെ തന്നെ വലിയ ആവേശത്തിൽ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് എത്തുന്നത്. ഇവിടെയൊക്കെ വലിയ നടക്കുന്നുണ്ട്. ദൃശ്യങ്ങൾ കാണാം. നമുക്ക് ആ ഭാഗത്ത് കുറെ അമ്മമാരും മറ്റു എന്താ പറയാനുള്ളത്? കാത്തിരിക്കുകയാണ്. എന്താണ് നരേന്ദ്രമോദിയെ ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? ഒരു വലിയ പോസിറ്റീവ് എനർജിയാണ്.
അതെ അല്ലേ? ഓക്കെ. എന്താണ് പ്രൈം മിനിസ്റ്ററെ ഇഷ്ടപ്പെടാനുള്ള കാരണം? ഉറക്കെ പറഞ്ഞു. മണിക്കൂറുകളായിട്ട് കാത്തിരിക്കുക. എന്താ ചേട്ടാ പ്രൈം മിനിസ്റ്ററെ പറ്റി പറയാനുള്ളത്? വളരെ അതുപോലെ നമ്മളെ എല്ലാവരും അദ്ദേഹത്തിന്റെ അണ്ടറിലാണ്. അദ്ദേഹം ഇനി നല്ല കാര്യങ്ങൾ വേൾഡിലെ നമ്പർ 1 ആയിട്ട് വരണം അതിനുള്ളൊരു ആഗ്രഹമാണ്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെ എല്ലാവരും കാത്തുകാത്തുന്നു. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നെന്ന് അറിയില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇപ്പൊ പറയാനുള്ളത്. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഗുജറാത്തിൽ അത്ര ഇഷ്ടം തോന്നിയിരുന്നില്ല, പക്ഷെ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഭയങ്കര ഇഷ്ടം തോന്നി. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നരേന്ദ്രമോദിജി അറിയാവോ? ആരാണ് നരേന്ദ്രമോദിജി? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ? കണ്ടിട്ടുണ്ടോ നേരത്തെ? എന്താണ് നരേന്ദ്രമോദിജി ഇഷ്ടപ്പെടാൻ കാരണം? ഇഷ്ടമാണ് ഒരുപാട്. കാരണം ഓക്കെ. അമ്മേ, എന്താണ് പ്രധാനമന്ത്രിയെ ഇഷ്ടപ്പെടാൻ കാരണം? പക്ഷെ എന്നിട്ട് കേരളത്തിൽ എന്താണ് വരാത്തത്? വരും. വണ്ടിയുടെ പുറത്ത് ഒരാൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നുണ്ടല്ലോ, എന്നൊക്കെ സിംഹാസനത്തിൽ കയറിയിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും. അർജുനൻ കാട്ടിലാണ് അതെ, ഒരിക്കൽ വരും തീർച്ചയായിട്ടും. എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണ് ഭരണം BJP കേരളത്തിൽ പറയുന്നത്. മാറി വരുന്ന ഭരണങ്ങൾ BJP ഒറ്റപ്പെടുത്താൻ വേണ്ടി, വരാതിരിക്കാൻ വേണ്ടി, കോൺഗ്രസ് മാറി BJP വരാതിരിക്കാൻ വേണ്ടി വോട്ട് BJP കറക്റ്റായ വോട്ട് ഇനി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാ വോട്ടുകളും പിടിച്ചിട്ട് അടുത്ത വർഷം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നുള്ളതാണ് BJP പ്രതീക്ഷ. മോദിജി ഭരിച്ചെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും എന്തായാലും വലിയ ആവശ്യത്തിനാണ്. ഒരിക്കൽ എന്തായാലും BJP കേരളത്തിൽ പിടിക്കും. കേരളത്തിൽ എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് പറയുന്നത്. എന്തായാലും ഏഴയോട് കൂടി തന്നെയാണ് അദ്ദേഹം എത്തുകയെന്നാണ് നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത്. തത്സമയ ദൃശ്യങ്ങൾ ഇതിലേക്ക് എത്തിക്കും. ഇതിനൊപ്പം പീയൂഷ് മറുനാട് TV കൊച്ചി.